പ്രിയമുള്ളവരെ, ഞാൻ ഉബൈദുള്ള മോട്ടിവേഷൻ സ്പീക്കറാണ്, കൗൺസിലറാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം അമ്മമാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പല അമ്മമാരും നൊന്ത് പ്രസവിച്ച സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ മക്കളെ ചെറിയ ചെറിയ വികൃതി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിളിച്ചു പോകുന്ന ഒരു പേരുണ്ട്, പണ്ടാറയാണ് അല്ലെ. പോ പണ്ടാറ, അല്ലെങ്കിൽ ഒക്കെ അവിടെ പണ്ടാറടക്കിയാണ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ പേര് എവിടെ നിന്നാണ് വന്നത് എന്ന് ഈ അമ്മമാര് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും നൊന്ത് പ്രസവിച്ച സ്വന്തം മക്കളെ ആ പേര് വിളിക്കില്ല. ഷുവർ. അറിയണം നിങ്ങൾക്ക്. ഇപ്പോ ലോകം മുഴുവൻ ഭീതിയിലാക്കിയ ഒരു അസുഖം ഉണ്ടായിരുന്നു, കോവിഡ് അല്ലെ. ഈ കോവിഡ് അതിൽ വിറങ്ങലിച്ചു പോയി നാട്, രാജ്യം, ലോകം. എന്നാൽ പോലും കോവിഡ് ഉള്ള ഒരാളെ നമ്മളതിനെ കണ്ടാല് നമുക്കൊരു വെറുപ്പോ അറപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല, പേടി ഉണ്ടായിരുന്നു, അത് സത്യമാണ്. പക്ഷെ ആളെ കണ്ടാൽ നമുക്കൊരു അറപ്പ് തോന്നിക്കുന്ന അസുഖം അല്ലായിരുന്നു കോവിഡ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവൻ ഭീതിയിലായിത്തീയ ഒരുപാട് ജീവനുകൾ എടുത്ത ഒരു മഹാമാരി വന്നു പോയിരുന്നു, വസൂരി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ ഈ വസൂരിയുടെ പ്രത്യേകത എന്താ അറിയോ? നടക്കുന്ന മനുഷ്യനിൽ ആദ്യം ചെറിയ ചെറിയ മുഴകൾ പ്രത്യക്ഷപ്പെടും, പിന്നീട് മുഴ വലിയ വ്രണമായിട്ട് പൊട്ടിയൊലിക്കും, ചീഞ്ചല് മുഴുകും, അസഹ്യമായ ദുർഗന്ധമായിരിക്കും. ആ മുറിവിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത്രയും ഘട്ടത്തിൽ ഏതെങ്കിലും സാധുവായ മനുഷ്യന് ഈ ഒരു അസുഖം ബാധിച്ച് ഈ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര സ്നേഹമുള്ള ഭാര്യ ആവട്ടെ, എത്ര സ്നേഹമുള്ള ഭർത്താവട്ടെ, എത്ര സ്നേഹമുള്ള മക്കളാവട്ടെ, കുടുംബമാവട്ടെ, ആ ആളെ പിന്നീട് വീട്ടിൽ കയറ്റൂല. കാരണം അങ്ങനെ ഈ രോഗം പിടിപെട്ട ഒരാളെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാനോ കിടന്നുറങ്ങാനോ, എന്തിനേറെ പറയുന്നു, ശ്വസിക്കാൻ പോലും പറ്റില്ല. അത്രയും ദുഷിച്ച ഒരു ദുർഗന്ധമായിരിക്കും അവരിൽ നിന്നുണ്ടാവുക. ഇത്തരം സാഹചര്യത്തില് ഈ രോഗം പിടിപെട്ട ആളുകളെ കൊണ്ടുപോയി അടച്ചിടാന് ഒഴിഞ്ഞ സ്ഥലത്തൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഒരു പുര. ആ പുരയിൽ കൊണ്ടുപോയിട്ട് പൂട്ടിയിടാറാണ് പതിവ്. ഏതെങ്കിലും സാധുവായ ഒരു മനുഷ്യന് ഈ പുരക്കകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ അസുഖം ഭേദപ്പെട്ടിട്ട് വീണ്ടും എന്റെ കുടുംബത്തിലേക്ക് മടങ്ങാം, എന്റെ പൊന്നുമക്കളെ സ്നേഹിച്ച് എനിക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാം എന്നൊരു ചിന്തയേ വേണ്ട. ഏതെങ്കിലും മനുഷ്യന് ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ, ഈ പുരക്കകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ മരിക്കുവോളം അവിടെ കിടക്കാം. ഇടയ്ക്ക് ആളുകൾ വന്നു നോക്കും, ജീവൻ പോയിട്ടുണ്ടോ. ജീവൻ പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് തന്നെ കത്തിച്ച് കളയും, വീണ്ടും അതിന്റെ അണുക്കൾ പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പുരയുടെ പേരാണ് പണ്ടാറപ്പുര. ഈ കത്തിച്ച് കളയുന്നതിന്റെ പേരാണ് പണ്ടാറടക്കുക എന്ന് പറയുന്നത്. ഇത്രയും ലോകം ഭീതിയിലായ മാരകമായ അസുഖം പിടിപെട്ട ആളെ കത്തിച്ച് കളയുന്നതിന്റെ പേരാണ് പണ്ടാറടക്കുക എന്ന് പറയുന്നത്. ഈ അനുഭവത്തിൽ നിന്ന്, ഈ ദുരന്തത്തിൽ നിന്ന് ഇപ്പോഴും ഈ ആധുനിക യുഗത്തിലും ഇങ്ങനെ ഒരു ദുരന്തം ഇവിടെ വന്നു പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരു മഹാമാരി ഇവിടെ വന്നു പോയിട്ടുണ്ട് എന്നതിന് തെളിവ് ഈ രണ്ട് വാക്കുകളാണ്. അമ്മമാര് സ്വന്തം മക്കളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പണ്ടാറം, പണ്ടാറടക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ ഇത്രയും കാലം ഈ അമ്മമാര് വിളിച്ചത്, ഈ വാക്ക് വന്നത് എവിടെ നിന്നാണ് അറിഞ്ഞിട്ടായിരുന്നു എങ്കിൽ അവരോടൊന്നും പറയാനില്ല. പക്ഷേ അറിയാത്തവരാണെങ്കിൽ ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞു സ്വന്തം മക്കളെ വിളിക്കുന്ന ഈ പേര് എവിടെ നിന്ന് വന്നതാണ്. ഇനി വിളിക്കുമ്പോൾ ചിന്തിക്കണേ, സ്വന്തം മക്കളാണ്. 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തുന്ന മക്കളാണ്. ഈ മക്കളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് നമ്മൾ ചിന്തിക്കണം, എവിടെ നിന്നാണ് വന്നത് എന്ന്. ഓക്കെ, ശ്രദ്ധിക്കുമല്ലോ അല്ലേ? താങ്ക് യു.